ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫർസാന, എ വുമൺ ഓൺട്രപ്രണർ ആൻഡ് ഫൗണ്ടർ ഓഫ് മിഷൂസ്. ഹായ്. സ്വന്തം പാഷൻ ഒരു ഗ്രോയിങ് ബിസിനസ് ആക്കി മാറ്റുന്ന ഇൻസ്പയറിംഗ് ലേഡിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ ഫർസാന, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഫർസാന ഇൻസ്പയർ? ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയാണ് വളർന്നത്. അപ്പോൾ കുഞ്ഞുനാളിലെ എനിക്ക് ഫിനാൻഷ്യലി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളത് എപ്പോഴും ഇപ്പോൾ പറഞ്ഞ് അങ്ങനെ ഒരു എൻ്റെ ഉള്ളിൽ അതുണ്ട്. അത് ഞാൻ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ആഫ്റ്റർ മാരേജിന് ശേഷം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള ഒരു ഇതിലാണ്. അങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. മിഷൂസ് ഫീസ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ് ആണല്ലോ, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്. അപ്പോൾ ഇതിപ്പോൾ എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തത്? കറക്റ്റ് പറഞ്ഞാൽ ഈ സെപ്റ്റംബർക്ക് 5 years ആവും. അത് ഇതിനോടുള്ളൊരു ചോക്ലേറ്റ് കഴിക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ട് എനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. കഴിക്കണം എന്നുള്ള ഇതുകൊണ്ട് പല വെറൈറ്റീസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ എനിക്കായിട്ട് തുടങ്ങിയൊരു ഇതാണ്. അത് പിന്നീട് അത് ബിസിനസ്സിലേക്ക് അങ്ങനെ പോയതാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ വിശ്വസ്തോടെ നമുക്ക് വാങ്ങിക്കൊടുക്കും. അമ്മമാരെ കേൾക്കുന്നുണ്ടല്ലോ, കുട്ടികൾക്ക് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് പല ഫ്ലേവറിലും ഇയാൾ ഉണ്ടാക്കി തരുന്നതാണ് അല്ലെ? ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും പാക്കിംഗ് അനുസരിച്ചിട്ടാണ് കുട്ടികളുടെ അട്രാക്ഷൻ തന്നെ പാക്കിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചോക്ലേറ്റ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിലും കാര്യമുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ നമുക്ക് ബാക്കിൽ വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തോണ്ടായിരിക്കും. പക്ഷെ നമ്മളത് ഒരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ ഫ്രഷ് ആയിട്ടുള്ള ഫില്ലിങ്സോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ആസ് എ മദർ ആൻഡ് ഹൗസ് വൈഫ് എങ്ങനെയാണ് ഇതൊക്കെ ബാലൻസ് ചെയ്തത്? നമുക്കൊരു ഇഷ്ടം ഉണ്ടായാൽ മതി. ചെയ്യുന്ന കാര്യത്തിനോട് ഒരു ഇഷ്ടം ഉണ്ടായാൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ഫാമിലീസിന്റെ ഓഫ് കോഴ്സ് അവരുടെ സപ്പോർട്ട് ഇമ്പോർട്ടന്റ് തന്നെയാണ്. മോള് ചെറുതാണ്. മോളായാലും ചെറുപ്പം തൊട്ടേ അവള് കാണുന്നത് ഞാനിത് ചെയ്യുന്നപ്പം അവൾക്ക് 9 years ഓൾഡായി. ആ ഒരു 5 വർഷം മുമ്പായിട്ട് തന്നെ അവള് കാണുന്ന ഇതായതുകൊണ്ട് തന്നെ അവൾക്കത് സീറ്റിംഗ് ആണ്. അങ്ങനത്തെ ഫുൾ സപ്പോർട്ടാണ്. എന്റെ ടൈമിന് അനുസരിച്ചിട്ട് അവളുടെ ടൈം മാറ്റാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ പാരന്റ്സ് ആയാലും എന്റെ പാരന്റ്സ് ആയാലും പാക്കിങ്ങിനും ഇതിനുള്ള എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ടാണ്. എന്റെ ഈ ഒരു ടൈമിങ്ങിനനുസരിച്ചിട്ട് അവരും നന്നായി കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ്. അറിയാലോ, ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചോക്ലേറ്റ്സ് വിൽക്കാൻ കിട്ടും. അത് മാത്രമല്ല, ഒരുപാട് ഹോം ബേക്കേഴ്സും ഉണ്ടല്ലോ. സോ എന്താണ് മിഷൂസ് സ്വീറ്റ്സിനെ മാറ്റി വെക്കുന്നത്? എന്താണ് നിങ്ങളുടെ മാത്രം സ്പെഷ്യാലിറ്റി എന്ന് പറയാനുള്ളത്? എന്തൊക്കെയാണ് മിഷൂസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലേവേഴ്സ് തന്നെയാണ്. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഫ്ലേവേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു 30ഓളം ഫ്ലേവേഴ്സ് അതിൽ ഇൻക്ലൂഡ് ആണ്. പിന്നെ വരുന്നത് കസ്റ്റമൈസേഷന്റെ ഇതാണ്. നമ്മളുടെ ഓരോ മൊമെന്റ്സിലും നമ്മളുടെ കസ്റ്റമൈസേഷൻ, ബ്രാൻഡിങ് ലോഗോസ് കസ്റ്റമൈസ്ഡ് അങ്ങനെയൊക്കെ നമ്മുടെ ലോഗോ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അങ്ങനെ കസ്റ്റമൈസേഷൻ ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. എന്താണ് കസ്റ്റമൈസേഷൻ? ചോക്ലേറ്റിൽ നമ്മൾക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം? എനിക്ക് അത് മനസ്സിലായില്ല, അതൊന്ന് പറഞ്ഞുതരാം. എന്താണ് കസ്റ്റമൈസേഷൻ? കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നെയിം, ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്യാം. പാക്കിങ്ങിൽ കസ്റ്റമൈസ് ചെയ്യാണ്. അതിൽ നമ്മളുടെ നെയിംസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ഇപ്പം കോമൺ ആയിട്ട് വരുന്നതാണ് വെഡിങ് ഇൻവിറ്റേഷൻ കാർഡിലൊക്കെ ഇങ്ങനെ കസ്റ്റമൈസ് ചോക്ലേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇൻവിറ്റേഷൻ കാർഡൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ വെഡിങ് റിട്ടേൺ ഗിഫ്റ്റുകളായിട്ടും പിന്നെ നമ്മളുടെ ആനിവേഴ്സറി, ബർത്ത്ഡേ ഹാമ്പർ സെറ്റിങ്സ്, എൻഗേജ്മെന്റ് ഈവൻ എൻഗേജ്മെന്റ് ഹാമ്പറിലൊക്കെ നമ്മുടെ നിക്കാഹിന്റെ ഒക്കെ ആ ഒരു ഇത് വെച്ചിട്ട് നിക്കാഹ് എന്നുള്ള ഇത് വെച്ചിട്ടൊക്കെ കസ്റ്റമൈസേഷന് നടക്കുന്നുണ്ട്. പിന്നെ ബ്രാൻഡിന്റെ ആയാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡിന്റെ അവരുടെ ലോഗോ ഉണ്ട്. ഒരു ബ്രാൻഡിന്റെ മെയിൻ ഘടകമാണല്ലോ അതിന്റെ ലോഗോ എന്ന് പറയുന്നത്. അപ്പൊ അത് മറ്റുള്ളവരിലേക്ക് ഒരു ചോക്ലേറ്റിലൂടെ എത്തിക്കുക എന്നുള്ള ഇതേല് ആ ലോഗോ നമ്മൾ കസ്റ്റമൈസേഷൻ ആക്കി ചോക്ലേറ്റ് ചെയ്തു കൊടുക്കും. അതായത് നമ്മുടെ കാഡ്ബറിന്റെ ഒക്കെ പാക്കേജിന്റെ പോലെ തന്നെ നിങ്ങളുടെ പാക്കേജ് നമ്മൾ പറയുന്നത് എന്താണോ പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കും. അടിപൊളി. നേരത്തെ പറഞ്ഞത് നല്ലൊരു ചോക്ലേറ്റ് പ്രേമിയാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോ നിങ്ങൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റിൽ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്? ഞാനൊരു കോഫി ലവർ ആണ്. അതുകൊണ്ട് തന്നെ ക്രഞ്ചി കോഫി ബാർ പറഞ്ഞിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ട്. കോഫി വാഫർ ടൈപ്പ് ചോക്ലേറ്റ് ആണ് കോഫിയുടെ ഫ്ലേവറിൽ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് കുറെ പേര് ചോദിക്കുന്ന സംഭവം. നമ്മളിപ്പോ ഒരു പുതിയൊരു കസ്റ്റമർ വരുന്ന സമയത്ത് ആള് ചോദിക്കും നിങ്ങൾക്ക് ഏതാ ഇഷ്ടം, അങ്ങനെ ചോദിക്കും. എല്ലാതും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഞാനൊരു കോഫി ലവർ ആയതുകൊണ്ട്
എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്. മോസ്റ്റ് സെൽ ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാ സ്വീറ്റ്സ്? അത് ഇപ്പൊ എല്ലാവർക്കും അറിയാം ട്രെൻഡ് ആയിട്ടുള്ള ദുബായ് കുനാഫ ചോക്ലേറ്റ് അല്ലേ. നമ്മുടെ ദുബായ് കുനാഫ ചോക്ലേറ്റ് പക്ക ആണ്, അങ്ങനെ നമ്മളുടെ ഒരു വേർഷൻ ആണ് ഞാനിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇപ്പൊ രണ്ടായിട്ട് കറന്റ്ലി കൂടുതൽ പോകുന്ന സംഭവം കേട്ടോ. ഇതാണ് കുനാഫ ചോക്ലേറ്റ്സ്, പിസ്താഷ്യോ കുനാഫ. ഇതിന്റെ 3 ഫ്ലേവേഴ്സ്, കാരമൽ ഉണ്ട്, ന്യൂട്ടല്ല, അങ്ങനെ 2 ഫ്ലേവേഴ്സ്. ഇതാണ് കൂടുതലായിട്ട് പോകുന്നത്. കാരണം ട്രെൻഡി എല്ലാവർക്കും അറിയാലോ. ഇതിന്റെ പേര് കേൾക്കാത്ത ഒരാളും ഉണ്ടാവില്ല, ഇതൊന്ന് കഴിച്ചു നോക്കണം എന്ന് വിചാരിക്കാത്ത ഒരാളുണ്ടാവില്ല. ഇതിന്റെ സ്മോൾ പീസസ് ഒക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് 35 റുപ്പീസിന്റെ ചെറിയ പീസസും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇത് വരുന്നതാണ് മാംഗോഷ്യൻ എന്ന് പറയുന്നത്. മാംഗോഷ്യൻ എന്നാല് നമ്മുടെ ഫ്രഷ് മാംഗോ പാഷൻ ഫ്രൂട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അത് എല്ലാവർക്കും അത്യാവശ്യം നന്നായി മൂവ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിനനുസരിച്ച് നമുക്ക് ട്രെൻഡ് ആയതുകൊണ്ട് മൂവ് ചെയ്യാന്ന് നമുക്ക് തോന്നും. പക്ഷെ മാംഗോഷ്യൻ എന്ന് പറഞ്ഞാല് വേറെ എവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തൊരു ഇതാണ്. ഇത് നമ്മളുടേതായിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ ഫ്രഷ് മാംഗോ ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. നല്ല മൂവ് ചെയ്യുന്നുണ്ട്. എന്തൊരു ബിസിനസ് ആയാലും എന്തൊരു ജോലി ആയാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു വെറുപ്പാണ്, ഒരു ചടപ്പാണ് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇത്രയും 5 years ആയെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഇഷ്ടത്തോടെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. എന്താണ് റീസൺ? ഞാന് ഒരുപാട് ബിസിനസ് ചെയ്ത ഒരാളായിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്, ഞാനൊരു 1.5 year അല്ലാതെ അതിനപ്പുറം ഒരു ബിസിനസ് ചെയ്യാൻ മുന്നോട്ട് പോയിട്ടില്ലായിരുന്നു. ഈ ചോക്ലേറ്റ് ബിസിനസ് 5 വർഷമായി. അത് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ്. മെയിൻലി ഞാൻ ഒരു ചോക്ലേറ്റ് ലവർ ആണ്. അപ്പൊ പുതിയ ഫ്ലേവേഴ്സ് കണ്ടുപിടിക്കണം. ഓരോ രാത്രി കിടക്കുമ്പോഴും അതാണ് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഏത് ഫ്ലേവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, അതിനെ കുറിച്ച് ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കസ്റ്റമറിന്റെ റിവ്യൂ ആണ്. അത് നമുക്ക് അത് ശരിക്കും ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ആ കസ്റ്റമറിന്റെ റിവ്യൂ തന്നെയാണ് കേട്ടോ. റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സ് വേണം. റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സ് മാത്രമാണ്. അധികം വരുന്ന പ്രവാസികളുടെ ശരിക്കും നമുക്ക് കണ്ണ് നനയ്ക്കുന്ന ഓരോ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രവാസി അവരുടെ ഉമ്മന്റെ ബർത്ത്ഡേ ആയാലും വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വരികയാണെങ്കിലും അതിന് നമ്മളുടെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ്. അതില് നമ്മളുടെ ചോക്ലേറ്റ്സും കൂടി ആ ഒരു സന്തോഷത്തില് നമ്മളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അത് പിന്നെ ഒരു ഇതേപോലെ ഒരു പ്രവാസി ഉണ്ട്. അവർ സിംഗിൾ മദർ ആണ്. അവരുടെ മക്കള് ഏതോ ബന്ധുവിന്റെ വീട്ടിൽ അങ്ങനെയാണ്. അപ്പൊ അവരുടെ ഓരോ മൊമെന്റ്സിലും ഈ മദർക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിന് പകരം നമ്മുടെ ചോക്ലേറ്റിലൂടെയാണ് അവര് അത് കൂടുതൽ ഇതാണ്. അത് എപ്പോഴും അവരുടെ ഓരോ റിവ്യൂസ് കേൾക്കുമ്പോൾ നമുക്കിതൊരിക്കലും നിർത്തി പോകാൻ പറ്റില്ല. അത് തന്നെയാണ് കൂടുതൽ മോട്ടീവ് ആവുന്നത്. ഇത്രയും ലിമിറ്റേഷൻസിൽ നിന്നിട്ടും ഈ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ബിസിനസ് ആക്കി മാറ്റിയ ആളാണ് ഫർസാൻ. സോ ഇതുപോലെ ഒരുപാട് ലേഡീസ് ഉണ്ട്, സ്വന്തമായിട്ട് ഒരു ഇൻകം വേണം, സ്വന്തമായിട്ട് ഏർണിംഗ് വേണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അപ്പൊ അവരോട് ഫർസാനക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് ലിമിറ്റേഷൻസ് ഇപ്പൊ എന്റെ കോണ്ടാക്ട്സിൽ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ലിമിറ്റേഷൻസ് ഇങ്ങനെ പറയും. നമ്മുടെ ലിമിറ്റേഷൻസിനപ്പുറം നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമുക്ക് നേടാനുണ്ട്. ഇപ്പോഴൊക്കെ പറഞ്ഞാല് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓൺലൈൻ കോഴ്സസ് ആയാലും ഏതൊരു ബിസിനസ് ചെയ്യാനായാലും അതിന്റെ ഓരോ കോഴ്സസും കാര്യങ്ങളും ഉണ്ട്. അതിനെ കുറിച്ച് അറിയാൻ നമുക്ക് പല വഴികളുണ്ട്. ഇതിന് ChatGPT ആയാലും അങ്ങനെ എല്ലാതും നമുക്ക് മുന്നിൽ വഴിയൊരുക്കാണല്ലോ. അപ്പൊ നമ്മൾ ഇനി ഒരു എക്സ്ക്യൂസ് പറയാന്ന് പറഞ്ഞത് അതൊരു മോശമായ കാര്യമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ആഗ്രഹിച്ചാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും എന്നുള്ളതാണ്. ഫ്രണ്ട്സൊക്കെ ഓരോ കാര്യങ്ങൾ പറയും. ചെറിയ കുട്ടിയാണേ, എനിക്ക് വീട്ടിൽ നിന്ന് ഇതാക്കാൻ പറ്റില്ല, വീട്ടുകാർ സപ്പോർട്ടല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് അവരൊക്കെ സപ്പോർട്ടായിട്ട് ഉണ്ടാവും. പിന്നെ ചെറിയ സ്ട്രഗിൾ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമുക്കുള്ള കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചാല് നമുക്ക് ചെയ്യാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. ഇപ്പൊ ലേഡീസ് പറയുന്നത് സപ്പോർട്ട് ഇല്ല എന്നാണ്. നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ട് അവർക്ക് നമ്മൾ പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സപ്പോർട്ട് നമുക്ക് വരും. അല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്റെ ഫാമിലി സപ്പോർട്ട് ഇല്ല, എന്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ല, അതൊന്നും അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ ഇരുത്തം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പക്ഷെ അത് മറിച്ച് നമ്മളിങ്ങനെ എഫേർട്ട് ഇടാണ്, നമ്മളിങ്ങനെ ഇഷ്ടത്തോടെ ചെയ്യുന്നത് കാണുമ്പോൾ അവർ നമ്മളെ ഒബ്വിയസ്ലി ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് ചെയ്തു പോകും. ആരും മോട്ടീവ് ചെയ്യാണ്ട് പിന്നെ നീ ചെയ്യെന്ന് പറഞ്ഞാണ്ട് ചിലപ്പോ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ പിന്നാലെ കൂടുന്നില്ല. നമ്മുടെ ലൈഫാണ്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. നമ്മുടെ സ്വപ്നങ്ങൾ ഇതാക്കാൻ നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ അത് നമ്മള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ലാതെ മാക്സിമം നമ്മളുടെ ഫ്രണ്ട്സിനെ ആയാലും ഫാമിലീസിനെ ആയാലും കൂട്ടിപ്പിടിച്ചിട്ട് നമ്മളെ സ്വപ്നങ്ങൾ നേടിയെടുക്കും. അതിന് ഇത്തിരി മധുരം കൂടുതലാണല്ലേ.
അപ്പൊ അത് എല്ലാവർക്കും ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത്. ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ തന്നെയാ. നമ്മുടെ ലൈഫാണ്, നമുക്ക് സ്വപ്നങ്ങളുണ്ട്, അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫുൾ സ്റ്റോപ്പ് നമ്മളിടാതെ സ്റ്റോപ്പ് ആവൂല. നമ്മൾ yes. എന്നിടുന്നോ എവിടെ ഇടുന്നോ അവിടെയാണ് ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ കീപ് ഡൂയിങ്, അത്ര തന്നെ. സോ ഇനിയുള്ള വിഷു സ്വീറ്റിന്റെ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻസ്? നമ്മളുടെ പ്ലാൻ എന്താ വെച്ചാല് നമുക്കൊരു ഔട്ട്ലെറ്റ് ആണ് ഇനി മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ അത്യാവശ്യം അൽഹംദുലില്ലാ അത്യാവശ്യം നല്ല ഓർഡേഴ്സ് കാര്യങ്ങളും അതിന്റെ ഇതൊക്കെ ഉണ്ട്. നമ്മളുടെ ഓരോ ലക്ഷ്യങ്ങളും ഓരോ നടന്നു പോകുന്നുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു ഔട്ട്ലെറ്റ് തന്നെയാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെന്താ ട്രൈ ചെയ്യാതെ. അപ്പൊ ഞാന് മാംഗോഷൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. പറഞ്ഞ പോലെ തന്നെ ഉള്ളില് ഫില്ലിങ്, മാംഗോ ഫില്ലിങ്. സത്യം പറയാലോ മക്കളെ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മാംഗോന്റെ ഫീലിംഗ് ആണ് ഇതിൽ എടുത്ത് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചോക്ലേറ്റ്. ഇപ്പൊ വിഷു സ്വീറ്റ്സിന്റെ ചോക്ലേറ്റ്സ് എല്ലാവരും ഒന്ന് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. മക്കൾക്ക് വിശ്വസിച്ചിട്ട് കൊടുക്കാൻ പറ്റിയൊരു റെക്കമെൻഡഡ് ബ്രാൻഡാണ് വിഷു സ്വീറ്റ്സ്. ഇത് മസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതെങ്ങനെ മേടിക്കലെന്നും കൂടി നമുക്ക് അറിയാം. അവസാനം എങ്ങനെയാണ് ഇത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, അതുപോലെ എവിടേക്കാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്? നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് DTDC ആൻഡ് സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് നമ്മൾ കൊറിയർ വിടുന്നത്. പിന്നെ നമുക്കിപ്പോ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ സ്പെഷ്യൽ ഡേയ്സിൽ അവരുടെ സർപ്രൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിച്ച് ഡെലിവറി ചെയ്യാറ്. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ മസ്റ്റ് ട്രൈ ആണ്. ആരും ട്രൈ ചെയ്യാതെ നിൽക്കരുത്. എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ചോക്ലേറ്റ്സ്. സോ ഈ ഒരു സ്വീറ്റ് ജേർണി ഞങ്ങളോട് ഷെയർ ചെയ്ത ഫർസാനയ്ക്ക് താങ്ക് യു സോ മച്ച്. ചെറിയ ചെറിയ ആശയങ്ങൾ പോലും നമുക്ക് വലിയ ബിസിനസ് ആക്കി മാറ്റാൻ ഫർസാന ഇന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. സോ see you guys in next podcast.